അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ കേപ്പ് വേർഡെ എന്ന രാജ്യം വിദേശികൾ ധാരാളമായി കുടിയേറുന്നതുകൊണ്ട് അനുകൂലമായ ജീവിത സാഹചര്യങ്ങളുള്ള ഒരു രാജ്യമായി കണക്കാക്കപ്പെടുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ദക്ഷിണ അമേരിക്കയിൽ നിന്നും ധാരാളം ആളുകൾ കേപ്പ് വേർഡെയിൽ വരികയും പൗരത്വം സ്വീകരിച്ച് സ്ഥിരമായി താമസിക്കുകയും ചെയ്യുന്നു. ഈ കൊച്ചു രാജ്യത്തിൽ 22,000-ഓളം വിദേശികൾ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. 90 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ബിസിനസ്സുകാരും റിട്ടയർ ചെയ്ത ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുമാണ് കൂടുതലായി കേപ്പ് വേർഡെയിലേക്ക് സ്ഥിരതാമസത്തിന് വരുന്നത്. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വൻകരയിൽ നിന്ന് 600 കിലോമീറ്റർ ദൂരെയാണ് കേപ്പ് വേർഡെയുടെ സ്ഥാനം. ഈ ദ്വീപ് സമൂഹത്തിന് ഏകദേശം മലപ്പുറം ജില്ലയുടെ അത്രയും വലുപ്പമുണ്ടാകും. 5 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. ചെറിയ രാജ്യമാണെങ്കിലും വളരെയധികം വികസനവും ജനാധിപത്യ സംവിധാനവും ഇവിടെയുണ്ട്. സ്വന്തമായി പ്രകൃതി വിഭവങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരു നാഗരിക സംസ്കാരം ഉണ്ടാക്കിയെടുക്കുവാൻ കേപ്പ് വേർഡെക്ക് സാധിച്ചിട്ടുണ്ട്. ടൂറിസവും വിദേശ നിക്ഷേപവുമാണ് കൂടുതലായി ഈ രാജ്യത്തിൻ്റെ വരുമാനം. റോമൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളാണ് കൂടുതലായി ഇവിടെ താമസിക്കുന്നത്. പണ്ട് പോർച്ചുഗൽ ഭരിച്ചതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ക്രിസ്ത്യാനികളായി മാറിയത്. ധാരാളം കേപ്പ് വേർഡെക്കാർ അമേരിക്കയിലും പോർച്ചുഗലിലും താമസിക്കുന്നു. അവർ അയക്കുന്ന വിദേശ നാണ്യവും ഗവൺമെൻറ്റിന് വലിയൊരു വരുമാനമാണ്. പോർച്ചുഗീസാണ് ഈ രാജ്യത്തെ ഔദ്യോഗിക ഭാഷ. ഭൂരിഭാഗം ആളുകളും തലസ്ഥാന നഗരിയായ പ്രയായിൽ തന്നെ താമസിക്കുന്നു. 2,69,000 ആളുകളാണ് ഈ നഗരത്തിൽ താമസിക്കുന്നത്. 10 വർഷം മുമ്പ് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രതിനിധി സംഘം ഐക്യരാഷ്ട്രസഭയിൽ വരികയും തങ്ങളുടെ രാജ്യത്തിൻ്റെ പേര് പോർച്ചുഗീസ് ഭാഷയിൽ കാബോ വെർഡെ എന്ന് തന്നെ എല്ലാവരും ഉപയോഗിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തു. ഈ ആവശ്യം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചുവെങ്കിലും കഴിഞ്ഞ 10 വർഷമായി വിദേശികളാരും ഈ മാറ്റം സ്വീകരിച്ചിട്ടില്ല. രാജ്യത്തിൻ്റെയും പട്ടണത്തിൻ്റെയും പേരുകൾ മാറ്റാൻ സർക്കാരുകൾക്ക് അധികാരമുണ്ടെങ്കിലും വിദേശികളോ നാട്ടുകാരോ അവ സ്വീകരിക്കണമെന്നില്ല. കോഴിക്കോടേക്ക് വരുന്ന കർണാടക, തമിഴ്നാട് ബസ്സുകൾ ഇപ്പോഴും കാലിക്കറ്റ് എന്നാണ് ബോർഡ് വെക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ പേര് ഭാരത് എന്നാക്കി മാറ്റിയാലും വിദേശികൾ ഇന്ത്യ എന്നുള്ള പേര് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. കോങ്ങോ എന്ന രാജ്യം 7 പ്രാവശ്യം പേര് മാറ്റിയെങ്കിലും ഇപ്പോഴും വിദേശികൾ ആ രാജ്യത്തെ കോങ്ങോ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നാട്ടുകാർ ഈ രാജ്യത്തെ കോങ്ങോ കിൻഷാസ എന്നും DR കോങ്ങോ എന്നും സൈറ എന്നും ബെൽജിയൻ കോങ്ങോ എന്നും മാറി മാറി വിളിക്കുന്നു. 49 വർഷം മുമ്പാണ് പോർച്ചുഗലിൽ നിന്ന് കേപ്പ് വേർഡെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. യൂറോപ്യൻ യൂണിയനുമായി വളരെ അടുത്ത ബന്ധമാണ് ഈ രാജ്യം വെച്ചു പുലർത്തുന്നത്. സ്പെഷ്യൽ മെമ്പർഷിപ്പിന് അപേക്ഷിക്കുവാൻ സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ രാജ്യത്തിൻ്റെ കറൻസി യൂറോയുമായി ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്. കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ ഈ രാജ്യത്തിൽ കുറവാണ്. 10 ദ്വീപുകളുള്ളതിൽ 5-ൽ മാത്രമേ അല്പസ്വല്പം കൃഷിയുള്ളൂ. ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ 90% ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്പം ഉപ്പും മറ്റ് ചെറുകിട ഫാക്ടറി ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. മികച്ച വൈൻ ഉണ്ടാക്കുന്ന ഒരു രാജ്യമായി കേപ്പ് വേർഡെ അറിയപ്പെടുന്നു. പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള ഈ വൈൻ കൂടുതലും നാട്ടുകാർ തന്നെ കുടിച്ച് തീർക്കുകയാണ്. അല്പസ്വല്പം മാത്രമേ കയറ്റുമതി ചെയ്യുവാൻ പറ്റുന്നുള്ളൂ. രാജ്യത്തിൽ 35% ആളുകൾ മാത്രമേ ഗ്രാമങ്ങളിൽ താമസിക്കുന്നുള്ളൂ. കൃഷിയും മത്സ്യബന്ധനവും രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 9% മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. ധാരാളം മത്സ്യസമ്പത്തുള്ള ഒരു രാജ്യമാണ് കേപ്പ് വേർഡെ. ചെറിയ തോതിൽ മത്സ്യം കയറ്റുമതി ചെയ്യുന്നും ഉണ്ട്. ഉണങ്ങി വരണ്ട സെമി ഡെസേർട്ട് പോലെയുള്ള ഭൂപ്രദേശമാണ് കേപ്പ് വേർഡെ. എങ്കിലും വളരെ ഉയർന്ന ജീവിത സാഹചര്യം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് വിദേശികൾ ധാരാളമായി ഇവിടെ വന്ന് താമസിക്കുന്നത്. കഴിഞ്ഞ 33 വർഷമായി മുതലാളിത്തമാണ് ഈ രാജ്യത്തെ സാമ്പത്തിക ശൈലി. വിദേശ നിക്ഷേപം ധാരാളമായി സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വകാര്യവൽക്കരണവും നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. രാജ്യത്തിന് ആവശ്യമുള്ള 30% ഇലക്ട്രിസിറ്റി കാറ്റാടി യന്ത്രങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും മികച്ച 8ാമത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കേപ്പ് വേർഡെ ദ്വീപ് സമൂഹത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിലെ പോലെ സ്കൂളുകൾ സമരം ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ കളരിയാക്കി മാറ്റുന്നത് കേപ്പ് വേർഡെക്കാർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുകയില്ല. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുവാൻ കേപ്പ് വേർഡെ നിർബന്ധം പിടിക്കുന്നു. പണ്ട് പോർച്ചുഗീസ് ശൈലിയിലുണ്ടായിരുന്ന വിദ്യാഭ്യാസം ഇപ്പോൾ കുറെ കൂടി അമേരിക്കൻ ശൈലിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.
രാജ്യത്തെ എല്ലാ സർവകലാശാലകളും 4 വർഷത്തെ ഡിഗ്രിയാണ് കൊടുക്കുന്നത്. ഇന്ത്യയിലെ സർവകലാശാലകൾ 3 വർഷത്തെ ഡിഗ്രി കൊടുക്കുന്നതുകൊണ്ട് കുറെ കൂടി കുറഞ്ഞ ശമ്പളം മാത്രമേ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നുള്ളൂ. അടുത്ത കാലത്ത് ഇന്ത്യയിലെ ഡിഗ്രി കോഴ്സുകൾ 4 വർഷമാക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ ഡൽഹിയിലെ സർവകലാശാല വിദ്യാർത്ഥികൾ ബസ്സുകൾക്ക് തീവെക്കുകയും തെരുവുകളിൽ ഗുണ്ടായിസം കാണിക്കുകയും ചെയ്തതുകൊണ്ട് ഗവൺമെന്റിന് ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. കേപ്പ് വെർഡെ രാജ്യത്തിൽ 69 ഹൈസ്കൂളുകളും 10 സർവകലാശാലകളുമുണ്ട്. കേരളത്തിലെ സർവകലാശാലകളിൽ പഠിച്ചവർക്ക് ലോകത്തിൽ എവിടെയും ജോലി കിട്ടുകയില്ലെങ്കിലും കേപ്പ് വെർഡെയിലെ സർവകലാശാലയിൽ പഠിച്ചവർക്ക് എല്ലാ രാജ്യങ്ങളിലും നല്ല ഡിമാൻഡുണ്ട്. കാരണം കേരളത്തിലെ സർവകലാശാലകളിൽ ചാക്കിരി പാസ് ഉണ്ടെങ്കിലും കേപ്പ് വെർഡെയിൽ യോഗ്യതയുള്ളവരെ മാത്രമേ പരീക്ഷകളിൽ വിജയിപ്പിക്കാറുള്ളൂ. ജനങ്ങൾക്ക് ശാസ്ത്രബോധം കൂടുതലായതുകൊണ്ട് പുതിയ പരിഷ്കാരങ്ങൾ രാജ്യത്ത് കൊണ്ടുവരാൻ അവർ എപ്പോഴും തയ്യാറായിട്ടുണ്ട്. ദ്വീപുകൾ തമ്മിൽ ചരക്കുകൾ കൈമാറ്റം ചെയ്യുവാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ഈ രാജ്യത്ത് വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. ആശുപത്രികളിൽ മരുന്നെത്തിക്കുന്നതും ഡ്രോണുകൾ വഴിയാണ്. കേപ്പ് വെർഡെ രാജ്യത്തിൻ്റെ തലസ്ഥാനം പ്രയ നഗരമാണ്. 1,60,000 ആളുകൾ ഈ നഗരത്തിൽ താമസിക്കുന്നു. കൊല്ലം മുഴുവൻ ചൂടുള്ള കാലാവസ്ഥയായതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഇവിടെ വരാൻ ഇഷ്ടപ്പെടുന്നു. 20 ഡിഗ്രിക്കും 29 ഡിഗ്രിക്കും ഇടയിലാണ് ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. മനോഹരമായ പ്രയ നഗരത്തിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് ടൗൺ ഹാളും കത്തീഡ്രലും സുപ്രീം കോടതിയും പ്രസിഡൻഷ്യൽ പാലസും മ്യൂസിയവും ബീച്ചുകളും മോണ്യുമെന്റുകളും വാട്ടർ സ്കൈയിങ്ങിനും സർഫിങ്ങിനുമുള്ള അവസരങ്ങളുമാണ്. കേപ്പ് വെർഡെക്കാർക്ക് പാട്ടുപാടുന്നതും നൃത്തം ചെയ്യുന്നതും വലിയ ഇഷ്ടമാണ്. കൊല്ലം മുഴുവൻ പല കാരണങ്ങൾ പറഞ്ഞ് അവർ ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. ആഘോഷം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കൊല്ലത്തിലൊരിക്കൽ ഒരു വലിയ കാർണിവലും ഇവിടെ നടത്താറുണ്ട്. വർഷത്തിൻ്റെ തുടക്കത്തിലാണ് സാധാരണയായി കാർണിവൽ നടത്താറുള്ളത്. ഈ സമയത്ത് എല്ലാവരും ഫാമിലിയായി നഗരത്തിൽ വരികയും പലതരം വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. ധാരാളം നൃത്തങ്ങളും സംഗീത പരിപാടികളും അവതരിപ്പിക്കുന്നത് കാർണിവൽ നടത്തുമ്പോഴാണ്. ബ്രസീലിയൻ രീതിയിലുള്ള കാർണിവലാണ് ഇവിടെ നടത്തുന്നത്. പ്രയ നഗരത്തിലെ കഫേ സോഫിയ വളരെ പോപ്പുലറായ ഒരു ഹാങ് ഔട്ടാണ്. ചെസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്ന് കോഫിക്ക് ഓർഡർ ചെയ്യുകയും ചെസ് കളിക്കാൻ പറ്റിയ പാർട്ട്ണർമാരെ കണ്ടുപിടിക്കുകയും ചെയ്യും. അതുപോലെ റെസ്റ്റോറൻറ്റ് പണ്ടോ ഡി ഇൻകോൺട്രോ ഇറ്റാലിയൻ രീതിയിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. അതുപോലെ ബറാമർ ഗ്രിൽ റെസ്റ്റോറൻറ്റ് ഫിഷ് ഫ്രൈ, ഫിഷ് ഗ്രിൽ തുടങ്ങിയ മത്സ്യവിഭവങ്ങൾ നൽകുന്നു. ട്യൂണ മത്സ്യമാണ് ഇവിടെ കൂടുതലായി വിളമ്പുന്നത്. അതുപോലെ റെസ്റ്റോറൻറ്റ് ആവിസ് നഗരമധ്യത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ എപ്പോഴും പശ്ചാത്തലത്തിൽ സംഗീതം മുഴങ്ങുന്നത് കേൾക്കാം. പ്രയ നഗരത്തിലെ നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ എയർപോർട്ട് തലസ്ഥാന നഗരിയിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ദൂരെയാണ്. തുർക്കിയുടെ വിമാന കമ്പനി ഇവിടെ നിന്നും കസബ്ലാങ്കയിലേക്ക് നേരിട്ട് വിമാന സർവീസ് നടത്തുന്നു.